പരസ്യമായി തള്ളിപ്പറയുക, രഹസ്യമായി പ്രോത്സാഹിപ്പിക്കുക. ഇതാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗാസയിലെ യുദ്ധത്തിൽ. പരസ്യമായി ഇസ്രായേലിനോട് യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നു, രഹസ്യമായി ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. ഇതാണ് ജോ ബൈഡൻ്റെ തന്ത്രം. ഇസ്രായേൽ കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങളാണ് അമേരിക്കയിൽ നിന്ന് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ പിന്തുണച്ചേ പറ്റൂ. മാത്രമല്ല, അമേരിക്കയുടെ സുഹൃത്ത് രാഷ്ട്രമാണ്, സാമന്ത രാഷ്ട്രമാണ് ഇസ്രായേൽ. ഇസ്രായേലിന് സംഭവിക്കുന്ന പരാജയം അമേരിക്കയുടെ പരാജയം തന്നെയാണ്. അതുകൊണ്ടാണ് അമേരിക്ക വളരെ രഹസ്യമായി ഡെൽറ്റ ഫോഴ്സ് എന്ന തങ്ങളുടെ സൈന്യത്തെ അയച്ചു കൊടുത്തത് ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി. ഡെൽറ്റ ഫോഴ്സ് പോയ വഴിക്ക് പോയി. എത്ര ഡെൽറ്റ ഫോഴ്സ് അംഗങ്ങളിൽ ഇനി എത്ര ഡെൽറ്റ ഫോഴ്സ് അംഗങ്ങളിൽ എത്ര പേർ ഇനി ജീവിച്ചിരിക്കുന്നു എന്ന് പോലും അറിയില്ല. വളരെ രഹസ്യമായി ചെയ്തതാണ്, പക്ഷേ അത് പരസ്യമായി പോയി. ജോ ബൈഡൻ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിൽ അമേരിക്കയിലെ മനുഷ്യാവകാശ പ്രവർത്തകർക്കും അമേരിക്കൻ ജനതയ്ക്കും ഒക്കെ എതിർപ്പുണ്ട്. അമേരിക്കയുടെ ബലത്തിലാണ് ഇസ്രായേൽ കിടന്ന് പുളയ്ക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അമേരിക്കയുടെ ശക്തി, അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ശക്തമായി വിമർശിക്കാൻ നാറ്റോയിലെ പല രാജ്യങ്ങളും മടിക്കുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ല, കാര്യങ്ങൾ മാറി മാറി വരികയാണ്. ഹമാസിന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പിന്തുണ വർദ്ധിക്കുന്നു. ഹമാസിനോട് ഏറ്റുമുട്ടാനെന്ന പേരിൽ ഇസ്രായേൽ നടത്തുന്നത് കാടത്തമാണെന്ന് ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് പറയുന്നു, തെമ്മാടിത്തമാണെന്ന് പറയുന്നു, അതിന് നിയന്ത്രണം വേണമെന്ന് പറയുന്നു. ഇതോടുകൂടി ഇസ്രായേൽ ഒറ്റപ്പെടുകയാണ്. അമേരിക്ക ആകട്ടെ ഈ മുട്ടനാടുകൾ അടിക്കുമ്പോൾ ചോര കുടിക്കാൻ നിൽക്കുന്ന കുറുക്കനെ പോലെയാണ്. ഹമാസും ഇസ്രായേലും അടികൂടുന്നു. അതിൻ്റെ ഫലം കൊണ്ടുപോകുന്നത് അമേരിക്ക. കാരണം ഇസ്രായേലിന് ആയുധം വേണം. അമേരിക്കയിൽ നിന്ന് അത്യന്താധുനിക ആയുധങ്ങൾ വാങ്ങും. അതാണ് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള പ്രധാനപ്പെട്ട രഹസ്യ ബന്ധം. തങ്ങളുടെ ആയുധങ്ങൾ വിൽക്കാൻ ഏറ്റവും വലിയ വിപണി ഇസ്രായേലാണ്. അതുകൊണ്ട് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നീണ്ടുപോകുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യതയാണ്. കോവിഡിന് ശേഷം അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി വലിയ പരിതാപകരമാണ്. സാമ്പത്തിക പ്രതിസന്ധി തന്നെയുണ്ട്. ആ പ്രതിസന്ധി മാറ്റാൻ, ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും വലിയ മാർഗം ആയുധ കച്ചവടമാണ്. പണ്ട് അമേരിക്ക വർഷങ്ങളായി ചെയ്തത് ഇത് തന്നെയാണ്, ആയുധ കച്ചവടം തന്നെയാണ്. ഇപ്പോഴും ആയുധ കച്ചവടം അമേരിക്ക നടത്തുന്നു. ഇസ്രായേലിന് അതിശക്തമായ ആയുധങ്ങൾ കൊടുക്കുന്നു. പക്ഷേ പല ആയുധങ്ങളും ഹമാസ് തകർക്കുന്നു എന്നതും ശ്രദ്ധേയം. അമേരിക്കയുടെ അഭിമാനമായ മെർക്കാവോ ടാങ്കുകളൊക്കെ ഹമാസ് തകർത്ത് തരിപ്പണമാക്കി. എന്നിട്ട് പുതിയ ആയുധങ്ങൾ ഇസ്രായേലിന് നൽകുകയാണ്. ഇസ്രായേലിന് ആയുധങ്ങൾ നൽകിക്കൊണ്ട് അമേരിക്ക ഇസ്രായേലിനെ യുദ്ധത്തിനായി പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ പുറമേ പറയുന്നു യുദ്ധം നിർത്തണം, വെടി നിർത്തണം എന്നൊക്കെയാണ് പുറമേ പറയുന്നത്. രഹസ്യമായി ആയുധങ്ങൾ നൽകുന്നുണ്ട് എന്നത് പരസ്യമാണ്. ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിനെതിരെ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അതിനെ അമേരിക്ക എതിർത്തത് ശ്രദ്ധേയമാണ്. ഇസ്രായേൽ ചെയ്തതിൽ തെറ്റൊന്നുമില്ല എന്നാണ് അമേരിക്ക പറഞ്ഞത്. ഇന്നലെ ജോ ബൈഡൻ ഒരു വെളിപാട് പോലെ പറഞ്ഞു യുദ്ധം നിർത്തണമെന്ന്. ജോ ബൈഡൻ്റെ വാക്കുകൾ ആഘോഷിച്ചു. പക്ഷേ യുദ്ധം നിർത്താൻ അമേരിക്ക ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം. കാരണം യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ അമേരിക്കയ്ക്കും കടന്നു പോകേണ്ടി വരും. ഇസ്രായേലിന് ആയുധങ്ങൾ നൽകിക്കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് സമ്പാദിച്ചത് അമേരിക്ക, ഇപ്പോൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധം നിർത്താൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് മുട്ടനാടുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ചോര കുടിക്കാനെത്തുന്ന കുറുക്കൻ, അതാണ് ഇപ്പോൾ അമേരിക്കയുടെ മുഖം.